അടുത്തതായിട്ട് 623 നാമം ശതാനന്ദ. ഇപ്പോൾ ഭഗവാനും മഹാലക്ഷ്മിയുമായിട്ട് ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, അവർ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ഒക്കെയാണ് പറയുന്നത് ഈ നാമങ്ങളിലൂടെ. അത് തുടരുന്നു. ശതാനന്ദ എന്ന നാമം ഭാഷ്യകാരൻ പറയുന്നു, ഭഗവാനും ദേവിയും തമ്മിലുള്ള പരസ്പര പ്രണയത്തിലൂടെ പ്രവഹിക്കുന്ന അപരിമിതമായ ആനന്ദത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ശതാനന്ദ എന്ന് നാമം. ശതാനന്ദ, ആനന്ദം അതിൻ്റെ 100 മടങ്ങ് അധികമായിട്ട് അനുഭവിക്കുന്നത്. അതാണ് ശതാനന്ദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആനന്ദം 100 മടങ്ങ് അധികമായിട്ട് അനുഭവിക്കുന്നവൻ. അതെങ്ങനെയാണ് ഭഗവാൻ അനുഭവിക്കുന്നത്? ഭഗവാനും ദേവിയും തമ്മിലുള്ള പരസ്പര പ്രണയത്തിലൂടെ പ്രവഹിക്കുന്ന അപരിമിതമായ ആനന്ദത്തോടു കൂടിയവൻ ആണ് ഭഗവാൻ. ഈ പ്രണയത്തിൽ ആകുമ്പോൾ, അതായത് 2 ആളുകൾ തമ്മിൽ പരസ്പര പ്രണയമുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ആനന്ദം. അപ്പോൾ അത് എപ്പോഴും ഈ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ വേറൊരാളോട് നമ്മൾക്ക് പ്രണയം തോന്നുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദം കൂടുതലുണ്ടാകും. അത് മനുഷ്യർ തമ്മിലുള്ള കാര്യത്തിൽ അത് സത്യമാണ്. പ്രണയത്തിലാകുമ്പോഴാണ് നമ്മൾ ആനന്ദത്തിൽ ആകുന്നത്. പ്രണയം മനുഷ്യരിൽ എപ്പോഴും ആനന്ദത്തെ ഉണർത്തുന്നു. അതുകൊണ്ടാണ് പ്രണയിനികൾ എപ്പോഴും പ്രണയിതാക്കൾ എപ്പോഴും പരസ്പരം കാണാനും പരസ്പരം കൂടെ ഇരിക്കാനും ആഗ്രഹിക്കുന്നത്. കാരണം പരസ്പരം കാണുമ്പോഴും പരസ്പരം കൂടെ ഇരുന്ന് ഇടപഴകുമ്പോഴും ഒക്കെ അവരിൽ ആനന്ദം കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെയാണ് ഇവിടെ ഭഗവാൻ തൻ്റെ തന്നെ സ്വരൂപമാകുന്ന മഹാലക്ഷ്മിയുടെ കൂടെ അവർ തമ്മിലുള്ള പരസ്പര പ്രണയത്തിലൂടെ പ്രവഹിക്കുന്ന അപരിമിതമായ ആനന്ദം. ഭഗവാൻ എന്ന് പറയുന്നത് ആനന്ദസ്വരൂപനാണ്. നാരായണൻ ആനന്ദസ്വരൂപനാണ്. പക്ഷേ ആ ആനന്ദസ്വരൂപൻ മഹാലക്ഷ്മിയോടുകൂടെ കൂടുമ്പോൾ ആനന്ദാതിരേകം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ അപരിമിതമായ ആനന്ദം. അതായത് ഇത്രയേ പരിമിതമായി ഇത്ര കാലം കൊണ്ട് ഇല്ലാതാകുന്നത് എന്നുള്ളതല്ല, എല്ലായ്പ്പോഴും ഉള്ളത്, അപരിമിതമായത്. 2 മനുഷ്യർ തമ്മിലുള്ള പ്രണയം ഒരു ഘട്ടത്തിൽ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞാൽ, അത് ഇത്ര കാലമെന്നില്ല, അത് ചിലപ്പോൾ നീളാം, ചിലപ്പോൾ കുറയാം. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ആ പ്രണയം ഇല്ലാതാകും, ആ വികാരം ഇല്ലാതാകും. പക്ഷെ ഇവിടെ ഭഗവാനും മഹാലക്ഷ്മിയും തമ്മിലുള്ള പ്രണയം ഒരു കാരണവശാലും ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് അപരിമിതമായത് എന്ന് പറയുന്നത്. പരിമിതമാകുക എന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് പരിമിതമാകുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇല്ലാതാകുക. പക്ഷെ ഇവിടെ അപരിമിതമായതാണ്. ഒരു കാലഘട്ടത്തിലും എത്ര സമയം കഴിഞ്ഞാലും അത് ഇല്ലാതാകുന്നില്ല. എപ്പോഴും ഭഗവാൻ ലക്ഷ്മിയുമായിട്ട് തന്നെ ചേർന്നിരിക്കുന്നു. അപ്പം അങ്ങനെ ഭഗവാൻ 100 മടങ്ങ് അധികം ആനന്ദത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ശതാനന്ദ എന്ന് നാമം. അടുത്തത് 624 നാമം നന്ദി. ആനന്ദിക്കുന്നവൻ എന്നാണ് നന്ദി എന്നുള്ള നാമത്തിന് സാമാന്യ അർത്ഥം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഇപ്രകാരം എല്ലായ്പ്പോഴും എല്ലാ പ്രകാരത്തിലും ലക്ഷ്മി ദേവിയാൽ സമൃദ്ധനാകുന്നു എന്നതിനാൽ നന്ദി എന്ന് നാമം. നേരത്തെ പറഞ്ഞു, എപ്പോഴും ഭഗവാൻ ആനന്ദാതിരേകത്തിൽ നിൽക്കുന്നു, ശതാനന്ദനായിരിക്കുന്നു, 100 മടങ്ങധികം ആനന്ദം അനുഭവിക്കുന്നു. അതുപോലെ അങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് എപ്പോഴും എല്ലാ പ്രകാരത്തിലും എല്ലായിടത്തും സർവദാ സർവത്ര സർവഥാ
എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാ പ്രകാരത്തിലും ലക്ഷ്മി ദേവിയാൽ സമൃദ്ധനാകുന്നു. നല്ല രീതിയിൽ വൃദ്ധി പ്രാപിക്കുന്നു. സമൃദ്ധൻ എന്ന് പറഞ്ഞാൽ വളർച്ച എന്നർത്ഥം. അപ്പൊ ഭഗവാൻ ബ്രഹ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം ബൃംഹതി അനേന ബൃംഹതി ഇതി ബ്രഹ്മ, എപ്പോഴും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാനും ബ്രഹ്മസ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനും എപ്പോഴും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ എപ്പോഴാണോ വികസിക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ തന്നെ എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാ പ്രകാരത്തിലും ലക്ഷ്മി ദേവിയാലും ഭഗവാൻ സമൃദ്ധനായിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ വികസിക്കുമ്പോൾ ലക്ഷ്മി ദേവിയോടുകൂടി ഭഗവാൻ സമൃദ്ധനായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഈ ആനന്ദം സദാ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അപരിമിതമായ ആനന്ദം എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ ആനന്ദം എപ്പോഴും അപരിമിതമായി നിൽക്കുന്നു. മഹാലക്ഷ്മിയുടെ കൂടെ ഭഗവാൻ എപ്പോഴും സമൃദ്ധനായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നന്ദി എന്ന് നാമം. അടുത്തത് 625 നാമം. ജ്യോതിർഗണേശ്വര. ഭാഷ്യകാരൻ പറയുന്നു, പരസ്പരം അനുകൂലന്മാരായിരിക്കുന്നവരും ഉജ്ജ്വലന്മാരായിരിക്കുന്നവരും ആയ അനന്തൻ, വിശ്വക്സേനൻ തുടങ്ങിയ നിത്യപരിചാരക ഗണങ്ങളാൽ എല്ലായ്പ്പോഴും പരിചരിക്കപ്പെടുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ജ്യോതിർഗണേശ്വര എന്ന് നാമം. ജ്യോതിർഗണങ്ങളുടെ ഈശ്വരൻ. ജ്യോതിർഗണങ്ങൾ നിരന്തരം ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു, പരിചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജ്യോതിർഗണേശ്വര എന്ന് നാമം. എന്താണ് ഈ ജ്യോതിർഗണങ്ങൾ? പരസ്പരം അനുകൂലിക്കുന്നവരും ഉജ്ജ്വലന്മാരായിരിക്കുന്നവരും ആയ അനന്തൻ, വിശ്വക്സേനൻ തുടങ്ങിയ നിത്യപരിചാരക ഗണങ്ങളാൽ, നിത്യപരിചാരകന്മാര്, നിത്യസൂരികൾ എന്നാണ് ഇവരെ പറയാ. അനന്തൻ, വിശ്വക്സേനൻ, ഭഗവാന്റെ കൂടെ എപ്പോഴും ഇവരുണ്ടായിരിക്കും. ഭഗവാൻ എപ്പോഴും, അനന്തൻ എന്ന് പറയുന്നത് അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ. വിശ്വക്സേനൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സേനാധിപതി. അനന്തൻ, ഗരുഡൻ, വിശ്വക്സേനൻ ഇവരാണ് നിത്യസൂരികൾ. ഭഗവാനെ എപ്പോഴും പരിചരിച്ചുകൊണ്ടേയിരിക്കും ഇവര്. അവര് സാധാരണക്കാരല്ല, അവർ ഉജ്ജ്വലന്മാരാണ്. എപ്പോഴും ജ്യോതിസിനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്, തിളങ്ങുന്നവരാണ്. അങ്ങനെ തിളങ്ങുന്ന അനന്തൻ, വിശ്വക്സേനൻ തുടങ്ങിയ നിത്യപരിചാരകന്മാർ അവരെ എപ്രകാരമുള്ളവരാണ്? പരസ്പരം അനുകൂലന്മാരായിരിക്കുന്നവർ. ഇവർ ഒരു കാരണവശാലും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയോ എതിർപ്പ് വരികയോ ചെയ്യില്ല. ഇവരെപ്പോഴും അനുകൂലന്മാരായിരിക്കുന്നവരാണ്. കാരണം ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രീതിയാണ്. ഭഗവാന്റെ ആ ആനന്ദം, ഭഗവാൻ പ്രീതനായിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പര വൈരമില്ല. എപ്പോഴും ഇവർ പരസ്പരം അനുകൂലന്മാരായിട്ട് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പരസ്പരം അനുകൂലന്മാരായിരിക്കുന്ന ഉജ്ജ്വലന്മാരായിരിക്കുന്ന അനന്തൻ, വിശ്വക്സേനൻ തുടങ്ങിയ നിത്യപരിചാരക ഗണങ്ങളാൽ എല്ലായ്പ്പോഴും പരിചരിക്കപ്പെടുന്നവരാണ് ഭഗവാൻ എന്നതിനാൽ ജ്യോതിർഗണേശ്വര എന്ന് നാമം. തുടർന്ന് പറയുന്നു, മരീചീനാം പദമിച്ഛന്തി വേധസഹ. ഋഷിമാർ നിത്യസൂരികളുടെ പദം ഇച്ഛിക്കുന്നു. ഈ ഭഗവാനെ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ആ ഋഷിമാര് ഈ പറയുന്ന നിത്യസൂരികളുടെ പദത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അനന്തൻ, ഗരുഡൻ, വിശ്വക്സേനൻ തുടങ്ങിയവർ എന്നീ അവരുടെ പദത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സാധ്യാഹ സന്തി ദേവാഹ. എവിടെയാണോ സാധ്യന്മാരായിരിക്കുന്ന ദേവന്മാർ നിലനിൽക്കുന്നത്, അതായത് ഭഗവാനിൽ നിന്നും സാധിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം, വരം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ സമക്ഷം ആളുകൾ നിൽക്കുന്നു, ദേവന്മാർ നിൽക്കുന്നു എന്നിങ്ങനെ പറയപ്പെടുന്ന സൂര്യകളാൽ
ചുറ്റപ്പെട്ടിരിക്കുന്നവൻ എന്നർത്ഥമാകുന്നു ജ്യോതി ശബ്ദത്തിന്. അപ്പൊ ജ്യോതി ശബ്ദം അനന്തൻ വിശ്വക്സേനൻ, അനന്തൻ ഗരുഡൻ വിശ്വക്സേനൻ എന്ന് തുടങ്ങിയിട്ടുള്ള ജ്യോതികൾ, അതുകൂടാതെ ഈ നിത്യസൂരികളുടെ പദം ഇച്ഛിക്കുന്ന മഹർഷിമാരെപ്പോഴും ഭഗവാന് ചുറ്റും നിന്ന് തപസ് ചെയ്യുന്നുണ്ട്, അവരുടെ ജ്യോതി. കൂടാതെ എവിടെയാണോ സാധ്യന്മാരായിട്ടുള്ള ദേവന്മാർ നിലനിൽക്കുന്നത്, അതായത് ഭഗവാന്റെ സമക്ഷം ഈ എന്തെങ്കിലും ഭഗവാനിൽ നിന്നും വരം ഇച്ഛിക്കണമെന്ന് ആഗ്രഹിച്ച് എപ്പോഴും സാധ്യന്മാരായിട്ടുള്ള ദേവന്മാർ നിൽക്കുന്നു. അപ്പൊ ഇത്രയും ആളുകളുടെ ജ്യോതി, ഇത്രയും പ്രകാശം, ഇതിനെയാണ് ജ്യോതിർഗണം എന്ന് പറയുന്നത്. ഈ ജ്യോതിർഗണങ്ങളാൽ ചുറ്റപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ ജ്യോതിർഗണേശ്വര, അല്ലെങ്കിൽ ഈ ജ്യോതിർഗണങ്ങളുടെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ജ്യോതിർഗണേശ്വര എന്ന് നാമം. തുടർന്ന് ഭാഷ്യകാരൻ പറയുന്നു, ഇപ്രകാരം ഭഗവാന്റെ പരമമായ അവസ്ഥയെ പറഞ്ഞതിന് ശേഷം ഏറ്റവും രഹസ്യമായ ഭഗവാന്റെ സൗശീല്യത്തിൻ്റെ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ പരമമായിട്ടുള്ള സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു. ഭഗവാന്റെ പരമമായിട്ടുള്ള സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും ഐശ്വര്യത്തോട് കൂടിയിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. മഹാലക്ഷ്മിയുമായിട്ട് സദാ കൂടിയിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അത് ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് ആണ് പറയുന്നത്. അത് പരമമായിട്ടുള്ള സ്വരൂപമാണ്. ഇനി ഭഗവാന്റെ ആ രൂപത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചതിന് ശേഷം ഇനി ഭഗവാന്റെ സൗശീല്യത്തെക്കുറിച്ച് പറയാണ്. സൗശീല്യം എന്ന് പറഞ്ഞാൽ നല്ല ശീലം, ഭഗവാന്റെ ശീലത്തെക്കുറിച്ച് പറയാണ്. ഭഗവാൻ എപ്രകാരമുള്ള ശീലത്തോടു കൂടിയവനാണ് എന്നുള്ളത് പറയാണ്. 626 നാമം മുതൽ വിജിതാത്മാ എന്നാണ് 626 നാമം. വിജിതാത്മാ. ഭാഷ്യകാരൻ പറയുന്നു, ലക്ഷ്മിയാൽ കൂടിച്ചേർന്ന് സമ്പത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോഴും ഭഗവാന്റെ മനസ്സ് തൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായിരിക്കുന്നവർക്ക് വേണ്ടി അനുകൂലം ആണ് എന്നതിനാൽ വിജിതാത്മാ എന്ന് നാമം. അപ്പോൾ ഭഗവാന്റെ സൗശീലത്തെക്കുറിച്ച് പറയാണ്. ഭഗവാൻ ഇത്രയും ഗുണഗണങ്ങളുള്ള മനുഷ്യനല്ല, ഇത്രയും ഗുണഗണങ്ങളുള്ള ഒരു പരമ്പൊരുളാണ്. ആ പരമ്പൊരുളിൻ്റെ, അപ്പോൾ ഇത്രയും ഗുണഗണങ്ങളുള്ള ഈ ലോകത്ത് എന്തും നിമിഷാർത്ഥം കൊണ്ട് സാധിക്കാവുന്ന, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന, ഭഗവാൻ ലക്ഷ്മി സദാ സേവിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എത്ര കണ്ടും സൗശീല്യത്തോടു കൂടിയവനാണ്, എത്ര കണ്ടും ശീലത്തിൻ്റെ രീതിയിലും ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നവനാണ് എന്ന് പറയാണ്. ലക്ഷ്മിയാൽ കൂടിച്ചേർന്ന് സമ്പത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോഴും ഭഗവാന്റെ മനസ്സ് തൻ്റെ മുമ്പിൽ നമ്രശിരസ്സായിരിക്കുന്നവർക്ക് വേണ്ടി അനുകൂലിക്കും എന്നതിനാൽ വിജിതാത്മാ എന്ന് നാമം. വിജിതാത്മാ, അതായത് ഭഗവാന്റെ മുമ്പിൽ തല കുനിച്ച് നമ്രശിരസ്കരായിരിക്കുന്നവരാൽ ജയിക്കപ്പെട്ടവൻ. ഭഗവാനെ ജയിക്കണം, നമ്മളിതിനു മുമ്പും അത് കേട്ടിട്ടുണ്ട്. ഭഗവാനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ, ഭഗവാനെ തൻ്റെ ആജ്ഞയ്ക്ക് വിധേയനാക്കണം എന്നുണ്ടെങ്കിൽ, തൻ്റെ ആജ്ഞയ്ക്ക്, ഭക്തൻ്റെ ആജ്ഞയ്ക്ക് വിധേയനാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാന്റെ മുമ്പിൽ നമ്രശിരസ്കരായിരിക്കുക, ഭഗവാന്റെ മുമ്പിൽ സമർപ്പിതരായിരിക്കുക, പ്രപന്നരായിരിക്കുക. തൻ്റെ മുമ്പിൽ പ്രണമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വശംവദനാണ് ഭഗവാൻ. അത് എത്രയൊക്കെ ഐശ്വര്യമുള്ളവനാണെങ്കിലും ശരി, ഈ ലക്ഷ്മിയോടുകൂടി സദാ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ഇരിക്കുമ്പോഴും തൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായിരിക്കുന്ന ഒരുവൻ, അയാൾ എന്ത് വിചാരിച്ചോ ആ വിചാരിക്കുന്നത് നേടിക്കൊടുക്കാനും അയാളുടെ ഇഷ്ടം പാലിക്കാനും ബാധ്യസ്ഥനാണ് ഭഗവാൻ.
അത് അവരുടെ ഭഗവാന്റെ മനസ്സ് എന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ ശിരസ്കരായിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. ഭഗവാൻ എപ്പോഴും അവരുടെ ആനുകൂല്യം ഇച്ഛിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും അവർക്ക് അനുകൂലനായിട്ട് നിൽക്കുന്നവനാണ്. അപ്പം എത്രയൊക്കെ സമ്പത്തിൻ്റെ ഉത്തുംഗശൃംഗത്തിൽ നിന്നാലും ഭഗവാൻ എപ്പോഴും തൻ്റെ മുമ്പിൽ സ്വയം പ്രപന്നരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്തും എപ്പോഴും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഭഗവാന്റെ സൗശീല്യത്തിൻ്റെ ഉത്തമ ഉദാഹരണം. ഏറ്റവും ശക്തനാണ്, പക്ഷെ ഏറ്റവും സൗശീല്യനുമാണ് ഭഗവാൻ. അതുകൊണ്ട് വിജിതാത്മ. അങ്ങനെ നമ്മുടെ ശിരസ്കരായിരിക്കുന്നവരാൽ വിജയിക്കപ്പെട്ടുന്നത്. അതുകൊണ്ട് വിജിതാത്മ. അടുത്തത് 627 നാമം വിധേയാത്മാ. ഇതേ അർത്ഥത്തിൽ ഭഗവാന്റെ സൗശീല്യത്തിനെ കുറിച്ച് തന്നെ ഇതേ അർത്ഥത്തിൽ പറയണം. വിധേയാത്മാ, അവർക്ക് വിധേയനായിട്ട്, ഭഗവാന്റെ മുന്നിൽ പ്രപന്നരായിരിക്കുന്നവർക്ക് നിത്യം വിധേയനാണ് ഭഗവാൻ. നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ, ഭഗവാനെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഭഗവാന്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ചാൽ മതി. ഭഗവാന്റെ മുമ്പിൽ സ്വയം സമർപ്പിതരായാൽ മതി. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഭഗവാന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന്, ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഇത്തരം ഈ സഹസ്രനാമ ഭാഷ്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും ഭഗവാന്റെ ഏകദേശം ഒരു സ്വരൂപം. ആ ഭഗവാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 2, എങ്ങനെ ഈ പ്രപന്നരാകുക, എങ്ങനെയാണ് സ്വയം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് അറിയുക. ഇത് 2ഉം അറിയണം. ഇത് അറിയാൻ വേറെ ഒരു വഴിയുമില്ല. അത് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ കേട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഭഗവാന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ സ്വയം ഭഗവാനിൽ സമർപ്പിക്കുക എന്നൊക്കെ നമുക്ക് കേട്ട് അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ വിചാരിക്കണം. നമ്മളിതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്, പല നാമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന് മാത്രമേ തൻ്റെ മുമ്പിൽ ജനങ്ങളെ അല്ലെങ്കിൽ മറ്റ് ആളുകളെ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് വിധേയനാണ് എന്നർത്ഥത്തിലാണ് വിധേയാത്മ എന്നുള്ള നാമം ഭാഷ്യകാരൻ പറയുന്നത് കേൾക്കാം. ഭഗവത് ഭക്തന്മാർക്ക് വിധേയനായി അവർ ഇവിടെ വരൂ, ഇവിടെ നിൽക്കൂ, ഇവിടെ ഇരിക്കൂ, ഇത് കഴിക്കൂ എന്നിങ്ങനെ അവർക്ക് വിധിക്കാൻ യോഗ്യനായിരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ വിധേയാത്മാ എന്ന് നാമം. ഇഹ ആഗച്ഛ, ഇഹ തിഷ്ഠ, ഇഹ ആഹരസ്വ, ഇദം ഭുങ്ക്ഷ്വ ഇതി വിധാതും യോഗ്യം. അതായത് ഭക്തന്മാർ വിളിച്ചാൽ, ഭഗവാൻ വന്നാൽ ഭക്തന്മാർ പറയണം ഭഗവാനെ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടെ ഇരിക്കും. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങോട്ട് വരും. ഇവിടെ നിൽക്കൂ, ഇത് കഴിക്കൂ, ഭഗവാൻ നമ്മൾ കൊടുക്കുന്നത് കൊടുത്തിട്ട് ഇത് കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് കഴിക്കും. അങ്ങനെയൊക്കെ, അതായത് ഇത്രയും പരമമായിട്ടുള്ള ശക്തനായിട്ടുള്ള ഭഗവാൻ ഇത്രയും തൻ്റെ ഭക്തന്മാർക്ക്, ഭക്തൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ ഈ പ്രപന്നരായിട്ടുള്ള ആളുകൾ, അവർ എന്ത് വിധിക്കുന്നുവോ, അവരെന്ത് പറയുന്നുവോ അത് കേൾക്കാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അവർക്ക് വിധേയനാണ്. തൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചിരിക്കുന്നവർക്ക് വിധേയനാണ് ഭഗവാൻ. അതുകൊണ്ട് വിധേയാത്മാ എന്ന് നാമം.